പറഞ്ഞ പോലെ അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ബോധ്യപ്പെട്ട് ഒന്ന് ഒപ്പിട്ടോളൂ. ആലത്തൂർ പഞ്ചായത്ത് വേരൂർ ദേശം വണ്ടിക്കാരൻ പോക്കർ മകൻ അബ്ബാസ് 1-ാം നമ്പറുകാരനായും എടയൂർ പഞ്ചായത്ത് വടക്കൻ ദേശം പണ്ടാരക്കണ്ടിൽ മൂസ മകൻ ഖാദർ 2-ാം നമ്പറുകാരനുമായിട്ടുള്ള കരാർ. ഒപ്പിടല നടക്കൂല ഇവിടെ. അങ്ങനെ നടക്കൂല കിട്ടോളി. നിങ്ങളെ പൈസയും കെട്ടിവിട്ട് പോയി അവിടുന്ന് പറഞ്ഞ മനസ്സിലാവണ്ടേ? പിന്നെ ഇതൊക്കെ പറഞ്ഞ മനസ്സിലാവണ്ടേ? 25 ലക്ഷത്തിന് വാങ്ങിയ വീടാ. വണ്ടി വിട്ടേ. ആൺകുട്ടികളെ കണ്ടിട്ടില്ല ഞങ്ങള്. ആൺകുട്ടികളെ കാട്ടി പെൺകുട്ടികളെ അതെ, അബ്ബാസ് സ്ഥലം കൊടുക്കുന്നതേ കൃത്യമായിട്ട് വക്കീലിനെ കാണിച്ചിട്ട് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് തന്നെയാണ് കേട്ടോ. കച്ചവടം ഞാനും ഉപ്പയും തമ്മിലാണ്. നിങ്ങള് മൈനറല്ലോ, മേജറല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോ അഡ്വാൻസ് തുക 15 ലക്ഷം കയ്യോട് പിടിക്കുക. ബാക്കി കൃത്യമായിട്ട് 6 മാസത്തിനുള്ളിൽ ബോധ്യപ്പെടുക കേട്ടോ. എത്തിച്ചിരിക്കും. അപ്പൊ ഇൻഷാല്ലാ കാണാം. ഞാൻ പോവാണ്. കരണ്ട് സുന്ന അണക്കുള്ളത് തരും. ഞാൻ പോവാം. വലൈക്കും അസ്സലാം. പറഞ്ഞത് കേട്ടല്ലോ. എന്തിന്റെ പേരിലാ അപ്പൊ നിങ്ങൾ ഈ അവകാശ തർക്കം ഉണ്ടാക്കണത്? നിങ്ങൾക്ക് എന്താ അവകാശം അതിന്റെ പേരിലുള്ളത്? ഇത്രയും വലുപ്പമായിരടാ 3 എണ്ണം. ഇക്കാലം വരെ 10ന്റെ ഒരു പൈസ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കിയിരുന്നോ? ഉണ്ടാക്കിയണോ? ഈ ഇട്ടുകൊടുത്ത ഡ്രസ്സ് അടക്കട എന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ലേ. പണ്ടാരക്കണ്ടി മൂസാന്റെ മോൻ ഖാദർ വളരെ ചെറുപ്പത്തില് കള്ളലോഞ്ചി കയറിയിട്ടാണ് അക്കരെ കടന്നത്. മനസ്സിലായില്ലേ? അലഞ്ഞണ്, ഒരുപാട് അലഞ്ഞണ്. നേരത്തിന് തിന്നാതെയും കുടിക്കാതെയും കുബൂസും തക്കാളി വാട്ടിയതും മാത്രമായിട്ട് തള്ളി നീക്കിയ ദിവസങ്ങൾ എത്രയാന്ന് നിങ്ങൾക്കറിയില്ല. അവിടുത്തെ ലേബർ ക്യാമ്പ് ഒന്ന് പോയി കാണണടാ. അട്ടിയിടുകയാണ് മനുഷ്യന്മാരെ. ഒന്ന് കുളിക്കാൻ ക്യൂ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങളൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കി തന്ന് ഇനി ഖാദറൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ വെക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങൾ തന്നെയാ. അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ എത്ര നേരമായി ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് 3 കൂടി ബിസിനസ് ചെയ്യാനില്ലേ? അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് മാസം അടച്ചോളാം. ഒരു കുഴവും വരുത്തില്ല. നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോടെ ചോദിക്കും. നിങ്ങൾ ആധാരം തരും, ഞങ്ങളൊന്ന് പണയം വെക്കട്ടെ. ഖാദർ ജനിച്ചതും വളർന്നതൊക്കെ ഒരു വാടക വീട്ടില്ല. ഒരു പെര അത് അടച്ചുറപ്പുള്ളത് എന്നുള്ളത് ചെറുപ്പത്തിലേയുള്ള സ്വപ്നം. എറുമ്പ് കൂട്ടി വെക്കണമാതിരി കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന പേരും ഈ സ്ഥലം. അതിൻ്റെ ആധാരം യാതൊരു കാരണവശാലും നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ലാന്ന് കൂട്ടിക്കോളി. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇരട്ടിക്കാൻ പോകണമെന്നില്ല. മരിച്ചു പോകുമ്പോൾ ആരും കൊണ്ടുപോകില്ല. നിങ്ങൾ അന്ന് പറഞ്ഞ വാക്കുകളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇത് കൊല്ലായി എൻ്റെ കെട്ടിയോട് മയ്യത്തായിട്ട് നിങ്ങളെ ഉമ്മ. അതിനുശേഷം എൻ്റെ തുണി തിരുമ്പി തരാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പം നിങ്ങൾ തടസ്സം നിന്ന്. അത് തടസ്സം നിന്നത് വേറൊന്നുകൊണ്ടുമല്ല. തടസ്സം നിന്നത് ഈ സ്വത്ത് അന്യാധീനപ്പെട്ട് വേറെ ആരെയും കയ്യിലായി പോവോന്ന് പേടിച്ചിട്ടാണ്. എന്നാലും ഒന്ന് മനസ്സിലായിക്കോളി, ഇനി ഖാദർ ജീവിക്കാൻ തീരുമാനിക്കണം. കാലം വരും ഖാദർ ജീവിതത്തിൽ അനുഭവിക്കാൻ. ഇനി എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കണം. ജീവിതം എന്താന്ന് നിങ്ങളൊന്ന് അനുഭവിക്കും വേണം. ഓരോരോ ദിവസം പറഞ്ഞിരിക്കണം. ആ ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, മുന്നേ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ പെരണ്ട് കിടന്നിട്ടുള്ള ജീവിതം ഒന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. കുട്ടികളെയും മക്കളെയും കെട്ടിയോടെയൊക്കെ കൂട്ടി ഇറങ്ങാൻ നോക്കി വേഗം. ഖാദറാണ് പറയണത്. പണ്ടാരക്കണ്ടി മൂസാന്റെ മോൻ ഖാദർ. ആരാണ്